ഫെബ്രുവരി 12 സെക്ഷുവൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് അവയർനെസ് ഡേ ആയി നമ്മൾ ആചരിക്കുകയാണ്. ആരോഗ്യപരമായ ഒരു ജീവിതശൈലി ഉണ്ടാകുന്നതിനും ലൈംഗികാരോഗ്യ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന വിവേചനങ്ങൾ മനസ്സിലാക്കുന്നതിനും അവസാനിപ്പിക്കുന്നതിനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. സെക്ഷുവൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മൾ എല്ലാവരും നേടിയെടുക്കേണ്ടതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അത് വരാതിരിക്കാൻ നോക്കുന്നതാണ്. പ്രത്യുൽപാദനത്തിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും വരുന്ന ചില സാധാരണ പ്രശ്നങ്ങളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. സ്ത്രീകളിലാണെങ്കിൽ PCOD, ഹോർമോൺ വ്യതിയാനം മൂലം ആർത്തവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വന്ധ്യതയിലേക്ക് നയിക്കുന്നു. എൻഡോമെട്രിയോസിസ്, ഗർഭപാത്രത്തിന് പുറമെ കോശങ്ങൾ വളരുന്ന ഒരു അവസ്ഥയാണിത്. അതികഠിനമായ വേദനയ്ക്ക് ഇത് കാരണമാകുന്നു. പുരുഷന്മാരിലാണെങ്കിൽ മെയിൽ ഇൻഫെർട്ടിലിറ്റി, ബീജത്തിന്റെ അളവിലോ ഗുണനിലവാരത്തിലോ ഉണ്ടാകുന്ന കുറവുകൾ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് അണുബാധ. ടെസ്റ്റിക്കിൾസിലോ അനുബന്ധ ഭാഗത്തിലോ ഉണ്ടാകുന്ന നീർവീക്കമോ വേദനയോ ആകാം അതിന്റെ ലക്ഷണങ്ങൾ. ചില ഗുരുതരമായ രോഗങ്ങളെ വാക്സിനേഷനിലൂടെ പ്രതിരോധിക്കാൻ കഴിയും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസിനെതിരെ നൽകുന്ന പ്രതിരോധ വാക്സിനേഷനാണ് HPV വാക്സിൻ. ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും ക്യാൻസർ തടയുന്നതിലും ഈ വാക്സിനേഷൻ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. 9 വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വാക്സിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തികച്ചും സുരക്ഷിതമാണ്. കേരളത്തിൽ സ്ത്രീകൾക്കിടയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ വില്ലനാണ് ഗർഭാശയമുഖ ക്യാൻസർ. ഇത് വരാനുള്ള സാധ്യത 90% വരെ കുറയ്ക്കാൻ ഈ വാക്സിനേഷന് സാധിക്കും. അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഒഴിവാക്കുന്നത് മാനസികവും ശാരീരികവുമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതിനായി പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഗർഭനിരോധന ടാബ്ലറ്റുകളോ മറ്റു മാർഗങ്ങളോ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ലൈംഗികമായി പകരുന്ന രോഗങ്ങളെ തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം സുരക്ഷിതമായ ബന്ധങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്. ലൈംഗികാരോഗ്യം ശാരീരികം മാത്രമല്ല, മറിച്ച് അത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയവും ഉത്കണ്ഠയും വെച്ചു പുലർത്താതിരിക്കുക. ആവശ്യമെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ യൂറോളജിസ്റ്റിനെയോ കണ്ട് സംസാരിക്കുക. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് അറിവ് നേടുക. കെട്ടുകഥകളിലോ സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങളിലോ വിശ്വസിക്കാതിരിക്കുക. ലൈംഗിക വിദ്യാഭ്യാസം ലജ്ജിക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്.